അണ്ണേ, നിങ്ങൾക്ക് കാമം മൂത്തിട്ട് പിന്നെയും കെട്ടി പിള്ളേരെ ഉണ്ടാക്കി നോക്കാ. എടി അവരാതി എടി പാണ്ടി പൊലയടിച്ച് നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾക്ക് കാമുണ്ട്, നല്ലപോലെ തീർക്കുന്നുണ്ട്. ഞങ്ങള് നല്ലോണം തീർക്കും. കരഞ്ഞു തീർക്കടി പൂറി. കാമം കാണണമെങ്കിൽ കരഞ്ഞു തീർക്ക്. നീ പോയി എടി, നിന്നെ ഒന്ന് കാമിക്കാൻ വേണ്ടി ഉള്ള ഒരു കോലമുണ്ടോ നിനക്ക്? മനുഷ്യന് നിന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ആണിന് വല്ലതും തോന്നുമോ നിന്നെ കണ്ടു കഴിഞ്ഞാല്? പിന്നെ നമ്മൾ കുറ്റം കൊണ്ട് കാര്യമില്ല. എടി ഇച്ചിരി ചെയ്യും ഒക്കെ ഉണ്ടെന്നേ. ഞങ്ങൾ നല്ലപോലെ തീർക്കുന്നുണ്ട് ഈ പ്രായത്തില്. നീയൊക്കെ ഉണ്ടല്ല തപസിരിക്കണം അങ്ങനെ ഒന്ന് തീർക്കണമെങ്കിൽ. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ച് ഞങ്ങളെ കാമം തീർത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പിള്ളേരെ വളർത്താൻ ഒരു യൂട്യൂബിനകത്തും വന്ന് ഫീസ് അടയ്ക്കാൻ തരുവോ എന്ന് ചോദിക്കുന്നില്ല, തിന്നാൻ കൊടുക്കുവോ എന്ന് ചോദിക്കുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്നില്ല. ഒരു കിടത്തി ഫോട്ടോ എടുത്ത് കട്ടിലില്ല തരുവോ എന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ കട്ടിലേല് ഞങ്ങളെ തീർക്കാനല്ല തീർത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന പിള്ളേരെ ഞങ്ങൾ ആ കട്ടിലെ തന്നെ കിടത്തുന്നു. ഞങ്ങൾ നോക്കി ഞങ്ങള് ഞങ്ങളുടെ കാര്യം ഉണ്ടാക്കി തന്നത് നോക്കാനുള്ള കഴിവില്ല. ഒരെണ്ണം പിന്നെ 5 എണ്ണത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. 5 എണ്ണത്തിന് തന്തയുണ്ട്, തന്തയുടെ പേരുമുണ്ട്. 5 എണ്ണത്തിന് തന്തയുണ്ട്, തന്തയുടെ പേരുമുണ്ട്. എടി കാമം തീർക്കാൻ വന്ന് ഇങ്ങേർക്ക് അസുഖമാണ്, ഞൊണ്ടലാണ്, കുത്തലാണ്. എന്റെ എവിടെ വികലാംഗനാണ് ഞാൻ. ചെറുപ്പത്തിലെ ഒരു വികലാംഗത്തന്നെ ഉള്ളു, വേറെ ഒന്നും ഇല്ല എനിക്ക് വികലാംഗമായിട്ട്. എല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ ഉണ്ട്. ഇച്ചിരി പ്രായം ഉണ്ടെങ്കിലും എല്ലാം കൃത്യമാ. കണ്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, തെറി വിളിക്കരുത്. എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ മോന്ത ഓർക്കും വിളിച്ചു പോകും. കാരണം അങ്ങനത്തെ മോന്ത ഇവിടെ മനുഷ്യൻ പോലും കാക്ക കൊത്താത്ത മുതല് കാമം കാമം നമ്മള് തീർക്കുന്നത്. നമുക്കെന്നാ കഴപ്പ്? എടി ഞങ്ങളുടെ കാമം ഞങ്ങളുടെ അടുത്ത് കിടന്ന് തീർക്കുന്നതിന് നിനക്ക് എന്നടി കഴപ്പ്? ഇതൊരുമാതിരി വൃത്തിയുടെ പരിപാടിയായി പോയല്ലോ. നിനക്ക് നല്ലൊരു നടുവേരലില്ലേ, നീ അങ്ങ് തീർക്ക്. എന്താടി പാണ്ടിപ്പോലെ അടിമോളെ? നിനക്ക് ആ നടുവേര അതെങ്ങനെയാ? നടുവേരലിനും നീളമില്ല. നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ ലൈഫ് വൃത്തികേടായിരിക്കുന്നത്. കാരണം ഞാൻ ആ അപരാധിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ നിലവാരത്തിലേക്ക് ഞാൻ ഇറങ്ങുമെന്ന് ഞാൻ ഇന്ന് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് കാണാൻ പറ്റുന്നവര് മാത്രം കണ്ടാൽ മതി, നിൽക്കാൻ പറ്റുന്ന മാത്രം നിന്നാ മതി. ഞങ്ങളുടെ നിലവാരത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പാണ്ടി തേപിടിച്ചി കന്യാകുമാരി ജില്ലയിൽ കിടക്കുന്ന കളിയിക്കാവിള പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കിടക്കുന്ന കുഴിത്തുറ ഏരിയ കിടക്കുന്ന ഒരു പാണ്ടി പൊലയാടി വന്നിരുന്നിട്ട് മലയാളിയുടെ കാമത്തിന്റെ കണക്കെടുക്കണ്ട. മലയാളി ആണുങ്ങൾ നല്ലോണം തീർത്തു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും കെട്ടിയവനെ വിട്ടിട്ട് പിന്നെ പോകാത്തത്. നീ എന്താ ആദ്യത്തതിനെ കെട്ടി രണ്ടാമത്തത് കൂടെ കിടക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് കാശ് തന്നാലേ അവനെ നീ കൂടെ കിടത്തത്തുള്ളൂ എന്ന് പറയുമ്പോ നിന്നെ പോലൊരു പാണ്ടിച്ചിയുടെ കഴപ്പ് എന്താന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് കാമമുണ്ട്, എന്റെ കെട്ടിയവൻ കാമമുണ്ട്. നീ പറയുന്ന പോലെ ഇനി ഞാൻ റെന്റിനെടുത്തതാണെങ്കിലും എടി റെന്റിനെടുത്തവനാണെങ്കിലും 15 വർഷമായിട്ട് ഞങ്ങൾക്ക് കാമം ഞങ്ങൾ ഒരിടത്താ തീർക്കുന്നേ. നിന്നെ പോലെ ഒരു ലോഡ്ജിലോട്ടോ 500 രൂപയ്ക്ക് സെബാന്റെ കൂടെ അവരുടെ കൂടെ പോയിട്ടില്ല. എന്നെ കുറിച്ച് പറയാനായിട്ട് ഒരു 420 കേസ് അല്ലാതെ എന്നെ ആരും ലോഡ്ജിൽ കൊണ്ടുപോയ കഥ സോഷ്യൽ മീഡിയയിൽ ആരും വന്നിരുന്ന് വിളമ്പുന്നില്ലല്ലോ. ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യനും വന്നിരുന്ന് എന്നെ പറ്റി പറയുന്നില്ല.